തൃശൂർ വലപ്പാട് മണപ്പുറം ഫിനാൻസിന്റെ ഉടമസ്ഥതയിലുള്ള സ്കൂൾ റോഡിന്റെ വീതി കൂട്ടാൻ സ്വകാര്യ വ്യക്തിയുടെ മതിൽ തകർത്തത് രേഖകളിൽ മാറ്റം വരുത്തിയാണെന്ന് പരാതി. അടിയാധാരത്തിൽ 10 അടി വഴിയാണെന്നിരിക്കെ സ്കൂളിന്റെ ആധാരത്തിൽ അത് 12 അടിയാക്കി. കൊച്ചിയിൽ റീഗൽ ഫ്ളാറ്റിനോട് ചേർന്നുള്ള ഭൂമിയിലും മണപ്പുറം ഫിനാൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇല്ലാത്ത വഴി അതിരിൽ കാണിച്ചത് റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നിരുന്നു. അതേസമയം ആധാരത്തിലുള്ളത് പ്രകാരം മാത്രമാണ് ചെയ്തതെന്നാണ് മണപ്പുറം ഫിനാൻസിന്റെ വിശദീകരണം. ഈ 2 അടി ഭൂമി കയ്യേറി എന്ന് പറയുന്നതിലൂടെ ഞാനൊരു ദരിദ്രനാവുന്നില്ല. ഈ 2 അടി ഭൂമി തിരിച്ചു പിടിക്കുന്നതിലൂടെ ഞാനൊരു ധനികനാവുന്നുമില്ല. പക്ഷേ ഈ മണപ്പുറം എന്ന് പറയുന്ന സ്ഥാപനം ഈ വാർഡ് പ്രദേശത്ത് വിശേഷിച്ചും വലപ്പാട് പഞ്ചായത്ത് മേഖലയിലും അതിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള പൈനൂര് മേഖലയിലുമൊക്കെ നടത്തുന്ന കയ്യേറ്റങ്ങൾ, നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ അതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊരു നിമിത്തമാവുക എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകൻ കൂടിയായ എൻ്റെ കാഴ്ചപ്പാട്. പ്രേംദാസും കുടുംബവും വർഷങ്ങളായി താമസിക്കുന്ന വീടിൻ്റെ മുന്നിലെ മതിലാണ് ഒരൊറ്റ പകൽ കൊണ്ട് പൊളിച്ചു കൊണ്ടുപോയത്. ആധാരത്തിൽ കൃത്രിമം വരുത്തി 10 അടി എന്നത് 12 അടിയാക്കിയെന്ന ഗുരുതരമായ ആരോപണമാണ് പ്രേംദാസ് ഉന്നയിക്കുന്നതും. 2008 ഡിസംബർ 30-നാണ് പ്രേംദാസിൻ്റെ അമ്മ ഈ ഭൂമി ഇഷ്ടദാനമായി മകന് നൽകുന്നത്. പ്രേംദാസ് ഈ ഭൂമിയിൽ വീട് വെച്ച് താമസവും തുടങ്ങി. അന്നു മുതൽ വീടിന് മുന്നിലെ റോഡിന് 10 അടിയായിരുന്നു വീതി. ഇതിൻ്റെ അടിയാധാരത്തിലും വീതി 10 അടി തന്നെ. പിന്നീട് 2016-ലാണ് മണപ്പുറം ഫിനാൻസിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്കൂളിന് വേണ്ടി അമ്മയുടെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു ഭൂമി വാങ്ങുന്നത്. അങ്ങനെ വാങ്ങിയ ഭൂമിക്ക് പ്രേംദാസിൻ്റെ സ്ഥലവുമായോ ഈ റോഡുമായോ ഒരു ബന്ധവുമില്ല. ഇനി മണപ്പുറം സ്കൂളിന് വേണ്ടി വാങ്ങിയ ഭൂമിയുടെ ആധാരം കാണുക. ഇതിൽ ഇങ്ങനെ എഴുതി ചേർത്തു: പ്രേംദാസിൻ്റെ സമ്മതത്തോടെ 10 അടി വഴി എന്നത് 12 അടിയാക്കിയെന്ന്. എന്നാൽ അങ്ങനെയൊരു സമ്മതപത്രം ഒരിക്കൽ പോലും മണപ്പുറം ഫിനാൻസിനോ സ്കൂൾ അധികൃതർക്കോ നൽകിയിട്ടില്ലെന്ന് പ്രേംദാസ് പറയുന്നു. അതിനർത്ഥം ആധാരത്തിൽ വ്യാജമായി 10 അടി എന്നത് 12 അടി ആക്കിയെന്ന്. വ്യാജരേഖ ചമച്ച് ആധാരം രജിസ്റ്റർ ചെയ്തതിനെതിരെ പ്രേംദാസ് ഇതിനകം പരാതി നൽകിക്കഴിഞ്ഞു. എന്നാൽ ആധാരത്തിലുള്ളത് മാത്രമാണ് ചെയ്തതെന്നും അന്യായമായി ഒന്നും ചെയ്തില്ലെന്നുമാണ് മണപ്പുറം ഫിനാൻസിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്കൂളിൻ്റെ വിശദീകരണം. കൊച്ചി റീഗൽ ഫ്ളാറ്റിനോട് ചേർന്നുള്ള മണപ്പുറം എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ ഭൂമി, അതിൻ്റെ അതിർത്തിയിൽ സ്വകാര്യ ഭൂമി എന്നത് റോഡായി മാറുന്നു. തൃശൂർ വലപ്പാട്ട് മണപ്പുറം ഫിനാൻസിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്കൂളിൻ്റെ വഴി 10 അടി എന്നത് 12 അടിയായി ആരും അറിയാതെ മാറുന്നു. എങ്ങനെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തൃശൂർ.